ഇതുകൊണ്ടും തീർന്നില്ല. പുള്ളിക്കാരൻ ആൾക്കാരെ കളക്ട് ചെയ്ത് നാട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. എല്ലാം ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യണം ദൈവത്തിനെ. അല്ല, നമ്മളിപ്പോൾ ചിലരുണ്ടല്ലോ ഓരോരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തേച്ചും വന്ന് കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. ഓഫർ ലെറ്റർ വന്നാന്ന് അടിച്ചു നോക്കത്തില്ലേ? ഓരോ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ പരിപാടിയൊക്കെ ചെയ്തേച്ച് ചെയ്തേച്ചും വന്നിട്ട് വിസ വന്നാൽ കമ്പ്യൂട്ടർ അടിച്ച് നോക്കും. അതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വൈദ്യപ്പഴുപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി ചെയ്ത ആൾക്കാർ. അങ്ങനെ നിങ്ങൾ നശിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകത്തില്ല, ദൈവത്തിനല്ല വില, നിങ്ങളുടെ വിസയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്ന്. എന്തിനാണ് ദൈവത്തിന് പിടി കൊടുക്കണത്? അത് ലോക മണ്ടത്തരങ്ങളാണ്. കുറച്ച് ബുദ്ധി വേണം ദൈവമായിട്ട് ഇടപെടണമെങ്കിൽ. ആ ബ്രാൻഡഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജെയ്സൺ കണ്ടില്ലേ, ബ്രാൻഡഡ് അല്ല. അയാൾക്ക് എന്തുമായിട്ടോ അത് എൻ്റെ കടങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവിന് തീരുമാനം ഉണ്ടാവും. എനിക്ക് കിട്ടിയ അഭിഷേകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓരോരോ ദാനങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യുക. ഇത് വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പ്രകാശനം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ധാരണ അധ്യയനിക്കുന്ന ഒരു പുതിയ വഴിയുമായിട്ട് മാതാവ് വരണത്. നമ്മൾ ഞെട്ടിപ്പോവും, കണ്ണ് നിറഞ്ഞു പോവും. എന്താ അമ്മ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൈമാറ്റം വന്ന ഒരു കുടുംബപ്പുരയിടമുണ്ട്. അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ചേട്ടന് കൊടുത്തതാണ് ആ പുരയിടം. ചേട്ടൻ അത് ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു. അവളെ വേറെ സ്ഥലത്ത് കെട്ടിച്ചു വിട്ടു. അവരെല്ലാം അമേരിക്ക സെറ്റിൽഡാണ് വർഷങ്ങളായിട്ട്. ഈ പുരയുടെ ഇവിടെ നാട്ടിൽ കിടപ്പുണ്ട്. ഈ പുരയിടം ചാർജ് അത് തീർ കൊടുത്തതാണ്. ആ പുരയിടം ഗവൺമെൻറ്റിൽ ഈ ടാക്സ് അടക്കാതെ കാലഹരണപ്പെട്ട് ഗവൺമെൻറ് കൈകയറാൻ പോയി. അപ്പോൾ ഇത് ആരോ ഇവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുരയുടെ മിക്കവാറും സർക്കാർ ഭൂമിയായിട്ട് മിച്ച ഭൂമിയായിട്ട് കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് അവർ ടാക്സ് അടക്കണില്ലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അത് പണ്ട് നടന്ന കാര്യമാണ്. അപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞതാണ്, പുരയിടം കാലഘട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മിച്ചഭൂമിയായി പോകുന്നതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ വല്യപ്പൻ കൈമാറ്റം ചെയ്ത ആ വല്യപ്പൻ്റെ മകള് നാട്ടിൽ വന്നിട്ട് ആ പുരയിടം ജെയ്സനും 6 പേർക്കുമായിട്ട് വീതിച്ച് തീർ കൊടുക്കും. അപ്പോൾ ഒരു 36 സെൻറ്റ് അയാൾക്ക് കിട്ടും. 36 സെൻറ്റ് പെട്ടെന്ന് നിൽക്കണം. ഒരു സുപ്രഭാതത്തിൽ 36 സെൻറ്റ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന സംഭവമില്ലേ ദൈവം. എന്നിട്ട് എന്താ അമ്മ ചെയ്തിരിക്കണത്? ജെയ്സൺ എന്താ ചെയ്തിരിക്കണത്? ജെയ്സൺ കൊണ്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ 36 സെൻറ്റിൽ അങ്ങോട്ട് തളയ്ക്കും. എന്താ കാര്യം? പുള്ളിക്ക് ജപ്തിയായി വരികയാണ്. അതുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറും. ഉപ്പ് വിതറി ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ പുരയിടം കച്ചവടമാകും. പുരയിടം കച്ചവടമായി ഈ 40 ലക്ഷത്തെ കൂടുതൽ അടക്കാനുള്ള കാശ് കിട്ടണമല്ല, ബാങ്കിൽ നിന്ന് 1 day സെറ്റിൽമെൻറ്റ് വരും. അപ്പോൾ പിന്നെയും പകുതിയായിട്ട് കടം കുറയും. അതായത് ഒരു വിഷയം നോക്കിയാൽ ദൈവം എന്ത് ജെനുവിനായിട്ടാണ് ഒരു മനുഷ്യനെ ഇട്ട് ഉടമ്പടി ടെക്കേറ്റ്. ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ജെയ്സന് ഒരു 1.5 വിശ്വസ്തത കാണിച്ചിരിക്കണത്. 1.5 ദൈവത്തിന് വിശ്വസ്തത ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയണത്. അപ്പോൾ ഇവൻ ഒരു ദൈവത്തോട് ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു ബുദ്ധിയിൽ ഒരു പാക്കേജ് കണ്ടുപിടിച്ചിട്ട് ഇവനെ ലിഫ്റ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു ലിഫ്റ്റിംഗ് ആയിപ്പോയി. അതായത് അത്ര നമ്മളെ ഒന്നും ചിന്തിക്കാത്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിങ്ങൾ വരച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവം വരക്കട്ടെ. ദൈവം വരക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് 36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ അല്ലേ? ലൂക്കാ 6:36-38 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 6:38
കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കാം. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഇതിന്റെ സംഭവം അതേ ഇപ്പൊ ജെയ്സൺ കൊടുക്കണല്ല, എല്ലാവർക്കും കൊടുക്കണം. ആകാശിലെ കടവാണ്. അപ്പോഴും ആൾക്കാരെ വിളിച്ചു നടത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈശോ പറയണത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ദൈവം തന്നെ എങ്ങനെയാണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം വൺ ടൈം സെറ്റിൽമെൻറ്റിൽ കടങ്ങൾ കുറഞ്ഞ്, അതുകൂടാതെ 2 പുരയിടമാണ് കിട്ടിയിരിക്കുന്നത്. 2 പുരയിടം വിട്ട് ഒരു 26 ഒരു 39 സെൻറ്റാണ് വിറ്റ് പോയിരിക്കുന്നത്. അതെല്ലാം പണം പടവടാന്ന് കിട്ടുകയാണ് അത് മനുഷ്യന്. അതിപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായിട്ട് വിൽക്കാത്ത പുരയിടമൊക്കെ പടയെന്ന് വിറ്റുപോയി. ദൈവം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി ദൈവസ്നേഹത്തോടെ ഉടമ്പടി പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോട് ചെയ്യുക. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വാസത്തെയാണ്. ഇപ്പം നിങ്ങളെ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ശുശ്രൂഷ പോണത്. ഇതിൻ്റെ വിഷയം എന്താണ്? എഫേസ്യസ് 2:8 എന്താണ്? വിശ്വാസം വഴി പറഞ്ഞേ, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ വിശ്വാസം വഴിയാണ് നമുക്ക് ദാനം ലഭിക്കുക എന്ന് നമുക്ക് കണ്ടത്. അപ്പൊ വിശ്വാസം വഴി ദാനം എങ്ങനെയാണ് ലഭിക്കണമെന്നാണ് നമ്മൾ പിന്നെ കണ്ടത്. വിശ്വാസം പ്രകാശനത്തിലൂടെയാണ്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ. അത്തരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, വിശ്വാസ പ്രമാണം ചെല്ലുന്നു, പ്രാർത്ഥന ചെല്ലുന്നു. അതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ എന്താണ്? വിശ്വാസ പ്രകാശനമാണ്. ഈ ജേസൺ ചെയ്ത മുഴുവൻ വിശ്വാസ പ്രകാശനം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ പ്രയോഗമുണ്ട്. അയാളെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടുമ്പോഴെന്താ സംഭവം? അത് പ്രയോഗമാണ്. വിശ്വാസം 3-4 തരത്തിലാണ്. ഉടമ്പടി പോലെ ഇത്രയും മനോഹരമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രൂപം ഉണ്ടാകത്തില്ല. ഇത് വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസം പ്രയോഗിക്കുകയാണ്. പ്രഖ്യാപിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഇപ്പം ബെന്നി ജോസഫ് ബെന്നി എന്ന് പറയുന്നത് സ്ത്രീയാണ് കേട്ടോ. ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ സാക്ഷ്യം ഉണ്ടായി ഈ ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷിയാണ്. ബെന്നി ജോസഫിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 10-28 കൊല്ലമായിട്ട് അവർ കോട്ടപ്പുറത്തുള്ളതാണ്, കൃഷ്ണൻകോട്ട ഇടവകയാണ്. അവിടെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ മുഴുവൻ വെള്ളമാണല്ല. നമ്മൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളാണ് കോട്ടപ്പുറം. പെരിയാറൊക്കെ വന്ന് വീഴണ സ്ഥലമല്ലേ. ഇപ്പോൾ പെരിയാർ പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ വീട്ടിലും വെള്ളം പൊങ്ങി. എത്രയോ സ്ഥലമാണ് വൈപ്പിൻ തൊട്ട് അങ്ങ് ചെറായി വരെയും, ചെറായും കഴിഞ്ഞ് വെള്ളം പൊങ്ങിയില്ലേ, എല്ലാ വീട്ടിലും വെള്ളം കയറി. അപ്പം അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു തോട് പോകണ്ടേ, ഒരു തോട്. ഈ തോടിൻ്റെ പ്രശ്നം ഏറ്റവും വരുമ്പോൾ 7 തോടിങ്ങനെ പൊങ്ങുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറമ്പിലേക്ക് വെള്ളം കയറും. തോട്ടിലെ വെള്ളം പറമ്പ്, ഇപ്പോഴത്തെ കാലത്ത് തോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാ അഴുക്കും ഉണ്ടാകുന്ന വേസ്റ്റ് ഇട്ട സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകണ പോലെയാണ് ഈ തോടൊക്കെ പൊട്ടണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ തോടൊക്കെ എന്ത് മനോഹരമായിരുന്നു, വൃത്തിയായിരുന്നു, മെനയായിരുന്നു. ഇപ്പോൾ എല്ലാം സെപ്റ്റി ടാങ്ക് പോലെ കറുത്തില്ലേ. അതായത് നമ്മുടെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു പെശകാണ് ശരിക്കും. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ നമുക്ക് സംസ്കാരം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളൊക്കെ ഭയങ്കര മലിനീകരണമാണ്. വെള്ളം മാത്രമല്ല, അന്തരീക്ഷവും എല്ലാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, സിഗരറ്റ് കുറ്റിയും അതുപോലെ ബീഡി കുറ്റിയും എല്ലാം ഇവിടെ കിടക്കണ കാണാം. സിഗരറ്റ് കുറ്റി, ആൾക്കാർ മുറുക്കാൻ തുപ്പണ. പണ്ട് മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറേ ആൾക്കാരിങ്ങനെ സ്ഥിരം തുപ്പ് തൊഴിലാളികളായിട്ട് ഇരിപ്പുണ്ടാവും അല്ലേ. കുറേ ബീഡിയൊക്കെ വാങ്ങിച്ച് കുറേ വെറ്റിലൊക്കെ മുറുക്കി. ഇപ്പോൾ ആ കാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറേ വെറ്റിലൊക്കെ വെച്ചുകൊണ്ട് മുറുകി തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തെ കാണുമായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരാണ്, അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ മുറുക്കാൻ ഇപ്പോൾ ഇല്ലെങ്കിലും വേറെ തരത്തിലുള്ള വിഷസംഭവങ്ങൾ ഒത്തിരി പൊതുവെ വന്ന്
അതുപോലെ അതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഡംപ് ചെയ്യണത് പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്യണ തോട്ടിലാണ്. ഈ തോട് പൊങ്ങിയിട്ട് സെപ്റ്റിക് ടാങ്ക് പൊങ്ങിയ പോലെയുള്ള അവസ്ഥയാണ്. ഇവിടെ വീട്ടിൽ കയറിയ വെള്ളം, മഴ പെയ്ത വെള്ളം വീട്ടിൽ കയറും, പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. 10-20 കൊല്ലമായി ഇതാ ഇവർ കെട്ടിവന്ന കാലം മുതൽ അനുഭവിക്കണതാണ്. ഇവർ വിശ്വാസം പ്രയോഗിക്കണ ഈ ബെന്നി ജോസഫ് വിശ്വാസം പ്രയോഗിക്കണ ഇവർക്കെന്താ ഇനി ഒരു മാർഗമില്ല. ഇത് അവരൊരു പ്രൈവറ്റ് തോടാണ്. പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ വെക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല, ഇത് ഒരു ജന്മിയുടേതാണ്, പ്രൈവറ്റ് തോടാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാൻ, സഹിക്കാതിരിക്കാൻ പറ്റും. നിങ്ങളവിടെ നിന്ന് വിറ്റിട്ട് പോകാൻ നോക്കാൻ പറയും. അതൊക്കെയാണ് മനുഷ്യമായിട്ടുള്ള പരിഹാരം, അതാണ് അവർ പറയണത്. പക്ഷേ ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കേൾക്കണ രസമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി ചെയ്യുമ്പോൾ ബെന്നി ജോസഫ് എന്താ ചെയ്യണത്? അമ്മേ, ഞാൻ കെട്ടിവന്ന കാലം തൊട്ട് ഈ സെപ്റ്റിക് ടാങ്ക് പൊങ്ങി വന്ന് തോട് മുഴുവൻ പൊങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കൾ വളമൊക്കെ കടിച്ച് വല്ലാത്ത പ്രാകൃതം പിടിച്ച ജീവിതമാണ്. ഞങ്ങളീ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റണേ. അതാണ് ഉടമ്പടി. ഇത് ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ ചെയ്യണത്? ഈ ഉപ്പ് വാങ്ങിച്ച് വിശ്വാസ പ്രമാണം. ഞാൻ ഉടമ്പടി വിശ്വാസ പ്രയോഗത്തെക്കുറിച്ചാണ് പറയണത്. നിങ്ങളവർക്ക് എന്താ ഉടമ്പടി എന്താ ഉപ്പാണ്, ഇത് എന്നാ കൂടോത്രമൊന്നുമല്ല. അത് വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പ്രഖ്യാപനമുണ്ട്, പ്രകാശനമുണ്ട്, പ്രയോഗമുണ്ട്. ബെന്നി ജോസഫിൻ്റെ അത് പ്രയോഗമാണ്. ആ പ്രയോഗം ഈ ഉപ്പ് കൊണ്ടുപോയി ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആദ്യം പ്രഖ്യാപിക്കും, ഈ തോട്ടിലോട്ടിടും. തോട്ടിടുമ്പോൾ നിങ്ങളവർക്കും തോടറിനെ പറ്റുമെന്ന്. അങ്ങനെയില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുവരാ. പഞ്ചായത്ത് എന്ന് വെച്ചാൽ അവർ പറയണത്, ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളുടെ വിഷയമാണ് ഡിസ്കസ് ചെയ്തത്, നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോയെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ അതിനു വേണ്ടി വേറെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അപേക്ഷ ബ്ലോക്കിൽ വെച്ച്. അപ്പോൾ അടുത്ത ആഴ്ച പറഞ്ഞ് ബ്ലോക്കിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു. നോക്കിയേ, ഒരു കഥ പണ പോക്ക് കണ്ടില്ലേ? ഒരു ഉപ്പെറിഞ്ഞ സംഭവമാണ്. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. കർത്താവ് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചലിപ്പിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് മുമ്പിൽ അധികാര സ്ഥാനങ്ങൾ ഞെട്ടി പറക്കണ പോലെയുള്ള ഒരു വിറക്കലാണ്. പെട്ട ഇളകുകയില്ലമേ. ഇവർക്ക് 10 ലക്ഷം രൂപ അനുവദിക്കും. എന്താണെന്നറിയാവോ? ഇവരുടെ ഈ ഒഴുക്ക് ഈ തോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു കാണ കിട്ടും 10 ലക്ഷം രൂപയ്ക്ക്. അതോടുകൂടി തോട് പറ്റിപ്പോവും. ക്ലിയർ, തീർന്ന്, പ്രശ്നം തീർന്നു. സിമ്പിൾ. 20 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. വിശ്വാസം അതായത് എത്രയോ പേര് ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളെ ഇവിടെ എടുത്തുള്ളൂ? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നതിന് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, മാസ്റ്റർ ഫെയ്ത്ത് വേണം. കാര്യം നമുക്കറിയാമല്ലോ, വിശ്വാസം പോലെ തന്നെ അത് ഒറ്റകൈയാണ്, ഒറ്റകൈ പ്രയോഗമാണ്. കാര്യം വേറെ ഒരു മാർഗം അവരുടെ മനസ്സിലില്ല, ചിന്തയിലുമില്ല. 20 കൊല്ലം അനുഭവിക്കുന്നതാണ്. ദൈവം അവരെ വീണ്ടെടുക്കുന്ന രീതി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇതുപോലുള്ള വിശ്വാസ പ്രയോഗങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓൺലൈനിൽ ധ്യാനം കേൾക്കുന്നവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും ഉടമ്പടി അടയാളം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കേട്ട വചനങ്ങൾക്ക് എല്ലാം നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം.